الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فرح المخلفون بمقعدهم خلاف رسول الله وكرهوا أن يجاهدوا بأموالهم وأنفسهم في سبيل الله وقالوا لا تنفروا في الحر قل نار جهنم أشد حرا لو كانوا يفقهون فليضحكوا قليلا وليبكوا كثيرا جزاء بما كانوا يكسبون സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ റബ്ബിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുണർത്തുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന അല്ലാഹുവിന്റെ യഥാർത്ഥ ദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഓതിവെച്ച 2 വചനങ്ങൾ സൂറത്തു തൗബയിലെ 81, 82 വചനങ്ങളാണ്. വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായമാണ് അത്തൗബ. തൗബ എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം, പശ്ചാത്താപം എന്നാണല്ലോ. ഈ അധ്യായത്തിന് ഈ പേര് വരാനുണ്ടായ കാരണം കുറെ അധികം ആളുകളുടെ തൗബ, പശ്ചാത്താപത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട് ഇതിൽ. അതോടൊപ്പം തന്നെ ഈ വചനം, ഈ അധ്യായം ഹിജ്റ 9-ാം വർഷത്തിൽ നടന്ന തബൂക്ക് യുദ്ധകാലത്തും അതിന് ശേഷവും അവതരിച്ചിട്ടുള്ള അധ്യായമാണ്. പലരുടെയും തൗബ എന്ന് ഞാൻ സൂചിപ്പിച്ചു. അതിൽ വിശിഷ്യ അകാരണമായി തബൂക്കിലേക്ക് പുറപ്പെടാതിരുന്ന 3 അൻസാരി സഹാബികൾ, ഒന്ന് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ഹിലാൽ ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹു, മൂന്നാമത്തത് മുറാറത്ത് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു. ഈ 3 പേരുടെയും
തൗബയുടെ കാഠിന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് സംഭവിച്ച തെറ്റ് കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനോട് ആഴത്തിൽ അതികഠിനമായി തൗബ ചെയ്തപ്പോൾ ആ തൗബ സ്വീകരിച്ചു എന്ന് ആകാശ ലോകത്ത് നിന്ന് അറിയിച്ച വചനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു അധ്യായമാണ് ഈ സൂറത്തു തൗബ. ഇതിലെ 117 മുതൽ 119 വരെയുള്ള വചനങ്ങളാണ് ആ 3 ആളുകളുടെ കാര്യം വിശദീകരിക്കുന്നത്. ആ ചരിത്രത്തിലേക്കല്ല ഞാൻ പോകുന്നത്. ഈ അധ്യായത്തിന് ഇങ്ങനെ പേര് വരാനുണ്ടായ കാരണവും 3 മഹാന്മാരായ സഹാബികളിൽ നിന്ന് സംഭവിക്കാൻ പാടില്ലാതിരുന്നത് സംഭവിച്ചതിന്റെ പേരിൽ അവർക്കുണ്ടായ പശ്ചാത്താപവും അത് അല്ലാഹു സ്വീകരിച്ചു എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ അല്ലാഹുവിന്റെ റസൂലിന് അറിയിച്ചു കൊടുത്ത സംഭവം ഉൾക്കൊള്ളുന്നു ഈ അധ്യായം എന്ന് സാരം. അപ്പൊ ഇതിലെ ഏറ്റവും പ്രധാനമായി നാം മനസ്സിലാക്കേണ്ടത് ഈ 2 വചനങ്ങൾ, ഞാൻ ഓതി വെച്ച 2 വചനങ്ങൾ, അത് തബൂക്ക് യുദ്ധത്തിന് പോകാതെ പിന്തി നിന്ന മുനാഫിക്കുകളെ കുറിച്ച് പരാമർശിക്കുന്ന വചനങ്ങളാണ്. അതിൽ പോകാതിരുന്നവർ 2 വിഭാഗമാണ് പ്രധാനമായും ഉണ്ടായിരുന്നത്. 3 വിഭാഗമാണ് പ്രധാനമായും ഉണ്ടായിരുന്നത്. ഒന്ന്, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾ കേട്ടിട്ടും ആ കാലഘട്ടത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ചൂടിന്റെ കാഠിന്യവും ഈത്തപ്പഴം പഴുക്കുന്ന സന്ദർഭവും വിളവെടുപ്പ് എന്ന സന്ദർഭവും ഒക്കെ ആയതുകൊണ്ട് പോകാനൊരു മടുപ്പ് കാണിച്ച, പോകാൻ സൗകര്യമുണ്ടായിട്ടും മടുപ്പ് കാണിച്ച ഒരു വിഭാഗം. മറ്റൊരു വിഭാഗം കപടവിശ്വാസികളാണ്. അവർ പൂർണ്ണമായും അത് നിരുത്സാഹപ്പെടുത്തുകയും പോകാതിരിക്കുകയും പല കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുകയും ചെയ്തു. രണ്ടാമത്തെ ഒരു വിഭാഗം. മൂന്നാമതൊരു വിഭാഗം പോകാനുള്ള ആഗ്രഹമുണ്ട്, സാമ്പത്തികമായ കഴിവില്ല, വാഹനമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്ന് ആരുടെയെങ്കിലും വാഹനത്തിൽ ഞങ്ങളെയും കൂടി കയറ്റിക്കൊണ്ടുപോ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ കയറ്റിക്കൊണ്ടു പോകാൻ പറ്റുന്ന വാഹന സൗകര്യമൊന്നും ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടുപോയ മൂന്നാമതൊരു വിഭാഗം. ഇതൊക്കെ ഈ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. അതിൽ പോകാതെ കാപട്യം കാണിച്ചുകൊണ്ട്, വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് പിന്തി നിന്നവരെ കുറിച്ചാണ് ഈ വചനങ്ങളിലെ പരാമർശം. അതിന്റെ അർത്ഥം, ഫരിഹൽ മുഖല്ലഫൂന, തബൂക്ക് യുദ്ധത്തിന് പോകാതെ പിന്തി നിന്നവർ സന്തോഷിച്ചു. ബിമഖഅദിഹിം ഖിലാഫ റസൂലില്ലാ, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയ്ക്കെതിരെയുള്ള അവരുടെ ഇരുത്തത്തിൽ അവർ സന്തോഷിച്ചു. അവരുടെ തീരുമാനം, അവരെടുത്ത നിലപാട് ശരിയാണ് എന്നുള്ള നിലയിൽ സന്തോഷം പ്രകടിപ്പിച്ചു. വകരിഹു, അവർ അനിഷ്ടം പ്രകടിപ്പിച്ചു. അൻയുജാഹിദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവരുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ധർമ്മസമരം ചെയ്യുന്നത് അപ്രിയമായി, പ്രിയമില്ലാത്തതായി അവർ കാണുകയും ചെയ്തു. അതിനോട് വെറുപ്പ് കാണിക്കുകയും ചെയ്തു. തന്നെയുമല്ല, സ്വയം മാറി നിൽക്കുകയും ഈ രൂപേണ കാര്യങ്ങൾ വിലയിരുത്തുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്തു എന്നതിന് പുറമെ വഖാലു, പോകാൻ ഒരുമ്പെട്ട ആൾക്കാരോട് പറഞ്ഞു, ലാ തൻഫിറു, നിങ്ങൾ ഇറങ്ങി പുറപ്പെടരുത്, ഫിൽ ഹർ, ഈ ചൂട് കഠിനമായ സന്ദർഭത്തിൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെടരുത് എന്ന് പറയുകയും കുത്തിത്തിരിപ്പുണ്ടാക്കുകയും വസ്വാസം ഉണ്ടാക്കുകയും ചെയ്തു. അതിന് മറുപടി അല്ലാഹു പറഞ്ഞു, ഖുൽ, പ്രവാചകരെ പറഞ്ഞു കൊടുക്കൂ, നാറു ജഹന്നമ അശദ്ദു ഹർറ, നരകത്തിലെ തീയാണ്, ചൂടാണ്, ഏറ്റവും കഠിനമായ ചൂട്. ഇതൊന്നും ഒരു ചൂടല്ല എന്ന് അവരറിയിക്കുക എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ഉണർത്തുകയാണ്. ലൗ കാനൂ യഫ്ഖഹൂൻ, അവർ കാര്യങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ. ഇങ്ങനെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് പോയവരെ പരിഹസിക്കുകയും ഇകഴ്ത്തുകയും ഞങ്ങൾ രക്ഷപ്പെട്ടു എന്നുള്ള നിലയിൽ ഒതുങ്ങിയിരിക്കുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്ത് ചിരിച്ചു കഴിച്ചു കൂട്ടിയ അവരോട് അല്ലാഹു പറയുകയാണ്, ഫൽയദ്ഹകൂ ഖലീലൻ, കുറച്ച് ചിരിച്ചാൽ മതി, വൽയബ്കൂ കസീറ, ഒരുപാട് കരഞ്ഞോളി നിങ്ങൾ. കാരണം ജസാഅൻ ബിമാ കാനൂ യക്സിബൂൻ, ചെയ്തു കൂട്ടി വെച്ചിരിക്കുന്നതിന്റെ പ്രതിഫലത്തിന് ഒരുപാട് നിങ്ങൾ കരയേണ്ടി വരും, ചിരി നിർത്തിക്കോ എന്ന് അവരോട് അല്ലാഹു ശക്തമായ ഭാഷയിൽ ഉപദേശിച്ച, നിർദ്ദേശിച്ച വചനങ്ങളാണിത്. ഞാൻ സൂചിപ്പിച്ചു,
ഇത് തൗബയിലേതാണ്. ആ തൗബ എന്നുള്ള പേര് വരാനുള്ള കാരണവും സാഹചര്യവും ഒക്കെ ഞാൻ വിശദീകരിച്ചു. ഈ ഹിജ്റ 9-ാം വർഷത്തിൽ നടന്ന യുദ്ധം റോമ സാമ്രാജ്യവുമായി നടന്ന യുദ്ധമാണ്. അത് സിറിയയുടെ അതിർത്തി പ്രദേശമാണ് തബൂക്ക്. ആ തബൂക്കിലേക്ക് യാത്ര പുറപ്പെടുവാനാണ് സൈന്യത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത്. വിശുദ്ധ ഖുർആൻ ഇതിനെ സാഅത്തുൽ ഉസ്റ, ഏറ്റവും പ്രയാസമുള്ള സമയം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് കാണാം. ചരിത്രത്തിൽ ഇത് ഈ സൈന്യത്തെ സംബന്ധിച്ച് ജയ്ഷുൽ ഉസ്റ, ഏറ്റവും പ്രയാസമുള്ള, ഏറ്റവും ബുദ്ധിമുട്ടുള്ള സന്ദർഭത്തിൽ പുറപ്പെട്ട സൈന്യം എന്നുള്ള നിലയിൽ ജയ്ഷുൽ ഉസ്റ എന്ന് ചരിത്രത്തിലും അറിയപ്പെടുന്നു. ഇങ്ങനെ പേര് വരാനുണ്ടായ കാരണങ്ങൾ പ്രധാനമായും ഉണ്ടായത് കൊടും വരൾച്ച, ശക്തമായ വേനൽ, അതുപോലെ തന്നെ വലിയ ഭക്ഷണക്ഷാമം, പിന്നെ ഇതൊക്കെ കൊണ്ട് ജനം പൊറുതിമുട്ടി നിൽക്കുന്ന ഒരു കാലം. ഈന്തപ്പനകളാണെങ്കിൽ അതിന്റെ കായ്കനികൾ ഇങ്ങനെ, അതിനാണല്ലോ ചൂട് കഠിനമാകുന്നത്. അതിന്റെ പഴം പഴുക്കണമെങ്കിൽ നല്ല ചൂട് വേണം. ആ പ്രദേശങ്ങളിലുള്ള ചൂടിന്റെ ഒരു പ്രധാന കാരണവും അത് തന്നെയാണ്. അപ്പൊ ആ നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച ഒരു സംവിധാനം, ആ സംവിധാനത്തിൽ ഈ ഈത്തപ്പഴം പഴുത്തു തുടങ്ങിയ വിളവെടുപ്പിന്റെ സമയം, ഇതൊക്കെ വിട്ടേച്ചു പോകാൻ ഒരു ചെറിയ പ്രയാസം എല്ലാവർക്കും തോന്നി. എന്നാൽ സത്യവിശ്വാസികളായ ആളുകൾ ഈ ദുഷ്കരമായ യാത്ര, അസഹനീയമായ ചൂട്, ഈ പ്രയാസങ്ങളെല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾ ശിരസാവഹിച്ചുകൊണ്ട് വിശ്വാസികൾ പുറപ്പെടുകയാണ് ചെയ്തത്. കപട വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മിക്കപ്പോഴും അവരവരുടെ തനി സ്വരൂപം പുറത്തെടുക്കുന്നത് ഏറ്റവും സന്നിഗ്ധ ഘട്ടങ്ങളിലാണ്. പ്രവാചകന്റെ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ, സഹാബത്തിന്റെ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ കപടവിശ്വാസികളുടെ വ്യക്തമായ ആ നിലപാട് നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും സന്നിഗ്ധ ഘട്ടത്തിലായിരിക്കും അവർ പുറംതിരിഞ്ഞു നിൽക്കുക. സ്വന്തം നിൽക്കുക മാത്രമല്ല, മറ്റുള്ളവരുടെ മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കുക കൂടി അവർ ചെയ്യും. ഇവരെ കുറിച്ചാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിൽ 3 സ്ഥലങ്ങളിൽ മുഖല്ലഫൂൻ എന്ന പ്രയോഗം, പോകാൻ കഴിവുണ്ടായിട്ടും അതിന് തയ്യാറാകാതെ പല പല ന്യായങ്ങളും കാരണങ്ങളും പറഞ്ഞുകൊണ്ട് തബൂക്കിലേക്ക് പുറപ്പെടാത്ത പിന്തി നിന്ന ആളുകൾ എന്നാണ് അവരെ കുറിച്ച് ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ളത് സൂറത്തു തൗബയിൽ. അതാണ് അവരുടെ സന്തോഷത്തെ കുറിച്ച് പറഞ്ഞത്. മറ്റുള്ളവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞ വാക്കെന്താണ്? ഭയങ്കര ചൂടാണ്, നിങ്ങൾ എന്തിനായി ഇപ്പോൾ ഇറങ്ങി പുറപ്പെടുന്നത്? നിങ്ങൾക്ക് സ്വസ്ഥമായി വീടുകളിൽ ഇരുന്നുകൂടെ? നിങ്ങളുടെ ഈത്തപ്പനയുടെ ആ പഴങ്ങളൊക്കെ പഴുത്തു തുടങ്ങിയില്ലേ? നിങ്ങൾക്ക് വിളവെടുപ്പ് നടത്തിക്കൂടെ? എന്നിങ്ങനെയുള്ള വസ്വാസുകൾ ഇങ്ങനെ മനസ്സിലേക്ക് ഇറ്റിക്കുച്ചു കൊടുത്തുകൊണ്ട് പിന്തിരിപ്പിക്കാനുള്ള ശ്രമവും സ്വയം പിന്തിരിഞ്ഞു നിൽക്കുകയും ചെയ്ത ഒരു വിഭാഗം എന്നുള്ള നിലയിൽ അവരെ സംബന്ധിച്ചാണ് ഫരിഹൽ മുഖല്ലഫൂന ബിമഖഅദിഹിം ഖിലാഫ റസൂലില്ലാഹി എന്ന് ഞാൻ ആദ്യം ഓതി വെച്ച വചനവുമായി ബന്ധപ്പെട്ടത്. പിന്നെ അവരുടെ നിലപാടാണ്, നിങ്ങൾ പോകരുത്, ഭയങ്കര ചൂടാണ്. അതിന് മറുപടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ, നരകത്തിലെ ചൂടാണ് ഏറ്റവും കഠിനമായ ചൂട്. തന്നെയുമല്ല, ഈ യുദ്ധത്തിൽ മറ്റുള്ള യുദ്ധങ്ങളെ അപേക്ഷിച്ച് ആരൊക്കെ പോകണം ആരൊക്കെ പോകണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയതും അള്ളാഹു നിർദ്ദേശം നൽകിയതും ഒക്കെ ഈ തൗബ എന്നുള്ള അധ്യായത്തിൽ കാണാം. സന്ദർഭം കിട്ടുമ്പോൾ പരിഭാഷയോടുകൂടി അതൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. എല്ലാം വിശദീകരിക്കാൻ സമയമില്ല. നേരത്തെ ഞാൻ 3 വിഭാഗത്തെ കുറിച്ച് പറഞ്ഞു. അതിൽ ഒരു വിഭാഗം പിന്നെ പോകണ്ട എന്ന് അല്ലാഹുവിന്റെ റസൂല് നിർദ്ദേശിച്ചത് ബലഹീനരായ ആൾക്കാർ, ദുർബലരായ ആൾക്കാർ, യുദ്ധത്തിനൊന്നും കഴിവില്ല, അങ്ങനെ ഒരു വിഭാഗം. മറ്റൊന്ന് രോഗികൾ, അവരും പോകേണ്ടതില്ല. മൂന്നാമതൊരു വിഭാഗം വലാ അലല്ലദീന ലാ യജിദൂന മാ യുൻഫിഖൂന, ചെലവഴിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ കയ്യിൽ ഒന്നുമില്ല, അങ്ങനെയുള്ളവരും പോകേണ്ടതില്ല. അതേപോലെ തന്നെ വലാ അലല്ലദീന ഇദാ മാ അതൗക ലിതഹ്മിലഹും ഖുൽത ലാ അജിദു മാ ഉഹമ്മിലുകും അലൈഹി തവല്ലവ വഅീനുഹും തഫീദു മിനദ് ദംഇ ഹസനൻ അല്ലാ യുഹിബ്ബു മാ തുൻഫിഖൂൻ അല്ലാ യജിദു മാ യുൻഫിഖൂൻ. അതാണ് ഒരു വിഭാഗം. പോകാൻ അതിയായ ആഗ്രഹം, വാഹനമില്ല, ആയുധമില്ല, മറ്റ് സൗകര്യങ്ങളൊന്നുമില്ല,
കാലിൽ ചെരുപ്പുകൾ പോലുമില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഈ ചൂട് കഠിനമായ സന്ദർഭത്തിൽ എങ്ങനെ പോകും? ഏതെങ്കിലും ഒരു വാഹനത്തിന്റെ പുറത്ത് കയറാതെ രക്ഷയില്ല, സ്വന്തം വാഹനമില്ല. അപ്പോഴാണ് റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നത്, റസൂലെ, ഞങ്ങൾക്ക് പോകണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് വാഹനമില്ല, ഏതെങ്കിലും ആളുടെ കൂടെ ഞങ്ങളെ കൂടി കൂട്ടി പറഞ്ഞു വിട് എന്ന് പറഞ്ഞപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ അജിദു മാ ഉഹമ്മിലുക്കും അലൈഹി, നിങ്ങളെ വഹിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംവിധാനവും ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ അങ്ങേയറ്റം ദുഃഖത്താൽ കണ്ണീരൊലിപ്പിച്ചുകൊണ്ടാണ് അവർ മടങ്ങിപ്പോയത്. പോകാൻ പറഞ്ഞിട്ട് പോകാതെ മാറി നിന്നവരെ പോലെയല്ല, പോകാനുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹം, പക്ഷെ ഒരു രക്ഷയുമില്ല പോകാൻ. അതിന്റെ പേരിൽ നിലവിളിച്ചു കൊണ്ടുപോയ ആളുകൾ, അവരെ കുറിച്ചും പറഞ്ഞ് ഇവർക്കും പ്രയാസമില്ല, ബാക്കി പിന്തി നിന്നവരുടെ പേരിൽ നടപടി ഉണ്ടാകും എന്നുള്ള നിലയിലാണ് വന്നത്. അക്കൂട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ചുള്ള ശക്തമായ അച്ചടക്ക നടപടി കൈക്കൊള്ളേണ്ടി വന്ന 3 ആളുകളാണ് നേരത്തെ ഞാൻ പറഞ്ഞ 3 പേരുകൾ. കഅബ് ഇബ്നു മാലിക്, ഹിലാൽ ഇബ്നു ഉമയ്യ, മുറാറത്ത് ഇബ്നു റബീഅ, അൻസാറുകളാണ് റളിയല്ലാഹു അൻഹും. അവരെ കുറിച്ച് ഒരു വിഷമവും നമ്മുടെ ആരുടെയും മനസ്സിൽ തോന്നേണ്ടതില്ല. അവർ അത്രമാത്രം പശ്ചാത്തപിച്ചു. അവരെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വഅല സലാസത്തിൽ ലദീന ഖുല്ലിഫു ഹത്താ ഇദാ ലാഖത് അലൈക്കുമുൽ അർദു ബിമാ റഹബത്, വിശാലമായ ഭൂമി ഇടിഞ്ഞതായി അവർക്ക് തോന്നി. അവരുടെ ഇതിലേക്ക് അച്ചടക്ക നടപടികൾ വളരെ വലുതായിരുന്നു. അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. അവരുടെ പശ്ചാത്താപമാണ് അള്ളാഹു സ്വീകരിച്ചു എന്ന് ആകാശ ലോകത്ത് നിന്ന് അറിയിപ്പ് കൊടുത്തത് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക, അവരുടെ തൗബയുടെ ആഴം എന്തായിരിക്കും. അള്ളാഹു നേരിട്ടാണ് അവരുടെ തൗബ സ്വീകരിച്ചു. റസൂല് അച്ചടക്ക നടപടി സ്വീകരിച്ച ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ടാണ് റളിയല്ലാഹു അൻഹും എന്ന് പറയുന്നതിന് ഒരു മടിയും നമ്മൾ വിചാരിക്കണ്ടെന്ന് വിചാരിച്ചത്. ഈ സന്നിഗ്ധ ഘട്ടത്തിലാണ് മറ്റു യുദ്ധങ്ങളെ അപേക്ഷിച്ച്, സൈന്യ നടപടികളെ അപേക്ഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധ ഫണ്ട് ശേഖരിച്ച ഒരു യുദ്ധവും കൂടിയാണ് തബൂക്ക്. അത്ര പ്രയാസമുള്ള സന്ദർഭമാണ്. ഇങ്ങനൊക്കെയാണ് നമ്മളൊക്കെ ഈ മുസ്ലിം എന്ന് പറഞ്ഞ് നിൽക്കുന്നത് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അത്രയേറെ ത്യാഗവും ബുദ്ധിമുട്ടുകളും അവര് സഹിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ വിശദീകരിക്കുന്നില്ല. അപ്പൊ ആ നിലയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ഓരോരുത്തരും അവരവരാൽ കഴിയുന്ന ഫണ്ട് കൊണ്ടുവന്ന് യുദ്ധ ഫണ്ട് റസൂലിന് നൽകിയ സംഭവമൊക്കെ ഈ തബൂക്ക് യുദ്ധ ചരിത്രത്തിൽ നമുക്ക് വായിക്കാം. അക്കൂട്ടത്തിൽ 2 പ്രഗത്ഭമതികളായ ആളുകളുടെ സംഭാവനയെ കുറിച്ച് ചരിത്രം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഒന്ന് അബൂബക്കർ സിദ്ദീഖിന്റേതാണ്, മറ്റൊന്ന് ഉമറുൽ ഫാറൂഖിന്റേതാണ്. 2 ആളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ പിതാക്കന്മാരാണ്. അതോടൊപ്പം തന്നെ പ്രവാചകന്റെ കാലശേഷം ഖുലഫാഉർ റാഷിദുകൾ പ്രധാനികളായി വന്ന 2 ആളുകളാണ്. പ്രവാചകന്റെ ഏറ്റവും വലിയ സന്തത സഹചാരിയായ അബൂബക്കർ സിദ്ദീഖും, അതുപോലെ തന്നെ ഒരു കാലത്ത് ശത്രുവായിരുന്നുവെങ്കിലും പിന്നീട് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അത്രമാത്രം നെഞ്ചേറ്റിക്കൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്ത മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. പ്രവാചകനെ എതിർക്കുകയും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിട്ട് മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ, വഫാത്തായി എന്ന് പറഞ്ഞപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാതെ ഭയവിഹ്വലനായി പരിഭ്രാന്തനായി വാളെടുത്തുകൊണ്ട് പ്രവാചകൻ മരിച്ചു എന്ന് പറഞ്ഞാൽ പറയുന്നവന്റെ തല ഞാൻ വെട്ടും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 2ാമത്തെ ആൾ. നമ്മൾ ആലോചിച്ചു, ഇവർ രണ്ടും തമ്മിൽ എപ്പോഴും മത്സരമായി. എന്തിന്? നല്ല കാര്യത്തിലുള്ള മത്സരം. നമ്മളൊക്കെ മത്സരിക്കുന്ന എന്തിനാ? ഒരാളെ മോശക്കാരനാക്കാൻ, ഒരാളെ ഇകഴ്ത്താൻ, ഒരാള് നല്ല ഒരു അവസ്ഥയിലേക്ക് വന്നാൽ അവനെ ഒന്നുമല്ലാതാക്കി മാറ്റാൻ, അവനെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താൻ. ഇതൊക്കെയാണ് നമ്മുടെ മത്സരം, അനാവശ്യമായ മത്സരങ്ങൾ. അവരങ്ങനെ ആയിരുന്നില്ല, സ്വർഗത്തിന് വേണ്ടിയുള്ള മത്സരമായിരുന്നു. ആ മത്സരത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിചാരിക്കുകയാണ്, അബൂബക്കറിന് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു, കൊടുത്തു തീർന്നു, ഇനി ഒന്നും ഉണ്ടാവില്ല കയ്യില്. എന്നെ എപ്പോഴും പരാജയപ്പെടുത്തുകയാണ് അബൂബക്കർ. ഇപ്രാവശ്യം ഞാൻ അബൂബക്കറിനെ പരാജയപ്പെടുത്തും. ആ തീരുമാനവുമായിട്ടാണ് 2 ആള് സമ്പത്തുമായി വരുന്നത്, ഫണ്ടുമായി വരുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ആദ്യം കൊടുത്തത്. എന്ത് ബാക്കി വെച്ചു ഉമറെ നിങ്ങളുടെ കുടുംബത്തിന് എന്ന് ചോദിച്ചപ്പോൾ
എന്റെ സമ്പത്തിന്റെ പകുതി ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. സമാധാനമായി. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിചാരിക്കും അടുത്ത ചോദ്യം അബൂബക്കറിനൊന്നും കൊടുക്കാനില്ലല്ലോ, അതുകൊണ്ട് എന്ത് ചോദ്യത്തിന് മറുപടി പറയുമെന്ന് ആകാംക്ഷയോടെ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിൽക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖിനോട് പ്രവാചകന്റെ അതേ ചോദ്യം, എന്ത് ബാക്കി വെച്ചു അങ്ങയുടെ കുടുംബത്തിന്? ഒറ്റ മറുപടി, അല്ലാഹു വ റസൂലഹു. എന്റെ കുടുംബത്തിന് ഇനി അല്ലാഹുവും റസൂലും മാത്രമേ ഉള്ളൂ. എന്താണ് ആ മറുപടി? ആ സ്വർഗത്തിലേക്ക് പോകാനാണ് ഞാനും നിങ്ങളും ഇങ്ങനെ കാത്തിരിക്കുന്നത്. ഞാൻ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് പിടിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവൻ മരിച്ചു കിട്ടിയ സ്വർഗത്തിൽ എത്തിയെന്ന് വിചാരിച്ചിരിക്കുന്നവരാണ് ഞാനും നിങ്ങളും. നോക്ക് നിങ്ങൾ, ഇങ്ങനൊരവസ്ഥ നമുക്കൊക്കെ ഒന്നും ഇല്ലല്ലോ, ചിന്തിക്കാറും ഇല്ലല്ലോ. എല്ലാം അങ്ങോട്ട് കൊടുക്കുന്ന അവസ്ഥ. ഇനി അള്ളാഹുവിനെയും റസൂലിനെയും ഞാൻ ബാക്കി വെച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്തബ്ധനായി പോയി. ഇപ്പോഴും ഞാൻ തോറ്റു. ജയിച്ചത് അബൂബക്കർ സിദ്ദീഖ് തന്നെ. ഇതായിരുന്നു അവർ. ഈ സംഭവമൊക്കെ നടന്നത് ഈ തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ടാണെന്ന് നാം മനസ്സിലാക്കുക. അപ്പൊ കപടവിശ്വാസികൾ, ഞാൻ ഇതിലേക്ക് വരട്ടെ. കപടവിശ്വാസികൾ ഈ യുദ്ധത്തിന് പുറപ്പെടണ്ട എന്ന്, ഇറങ്ങി പുറപ്പെടരുത് എന്ന് മറ്റുള്ളവരോട് പറഞ്ഞതിന് ഒരു കാരണം ഹർറാണ്. ഹർ എന്ന് വെച്ചാൽ കഠിനമായ ചൂട്. ലാ തൻഫിറൂ ഫിൽ ഹർ. ഈ കഠിനമായ ചൂടത്ത് നിങ്ങൾ ഇറങ്ങി പുറപ്പെടരുത്. പറയുക പ്രവാചകരെ, നാറു ജഹന്നമ അശദ്ദു ഹർറ. നരകത്തിലെ തീയാണ് ഏറ്റവും ചൂടുള്ളത് എന്നവർക്ക് പറഞ്ഞു കൊടുക്ക് എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് നിർദ്ദേശിച്ചതാണ്. പ്രിയമുള്ളവരെ, സാന്ദർഭികമായി ഞാനൊന്ന് ഉണർത്തട്ടെ. നാം ഇപ്പോൾ കഠിന ചൂടിന്റെ പിടുത്തത്തിലാണ്, അല്ലേ? വളരെ പ്രയാസത്തിലാണ് നാം. കൊടും ചൂട് തുടരുകയാണ്. ഉഷ്ണതരംഗത്തിനോ അത്യുഷ്ണതരംഗത്തിനോ സാധ്യതയുണ്ട് എന്നുള്ളിടത്തേക്ക് പോലും കാലാവസ്ഥാ നിരീക്ഷകന്മാർ പ്രവചിക്കുന്ന ആൾക്കാർ ചെന്നെത്തിയിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തിലെ 12 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ചൂടുമായി ബന്ധപ്പെട്ട്. നമ്മളൊന്ന് ആലോചിച്ചു. നമ്മള് സാധാരണ ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് അകത്തെ പള്ളിയിൽ ഇരിക്കുന്നവർ എയർ കണ്ടീഷനിലാണ്, പുറത്തിരിക്കുന്നവർ ഫാനിന്റെ താഴെയാണ്. നമുക്കൊരു ചെറിയ തണുപ്പും ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഈ ചൂടത്ത് പോലും. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മൾ സഞ്ചരിക്കുന്ന എയർ കണ്ടീഷൻ വാഹനങ്ങളിലായിരിക്കും, അപ്പോഴും നമ്മൾ അറിയുന്നില്ല. ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന നമ്മൾ, നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ചിന്തയുണ്ട്. എന്താണ് ആ ചിന്ത? യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാർ. രാവും പകലും മാറ്റിമറിക്കുന്നത് അല്ലാഹുവാണ്. പ്രകൃതിയിലെ ഓരോ മാറ്റവും വിശ്വാസിക്ക് ഗുണപാഠം ഉൾക്കൊള്ളാനാകണം. ചൂടിനെ പറ്റി പരിതപിക്കുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ പാഠം ഉൾക്കൊള്ളാൻ കൂടി നമുക്കാകണമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. എന്നിട്ട് ഖുർആൻ പറയുകയാണ്, ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. പിന്നെ ഉൾക്കാഴ്ച ഉള്ളവർക്ക് ഇതിൽ ഗുണപാഠമുണ്ട് എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഏതില്? രാവും പകലും മാറി വരുന്നു, അതുപോലെ തന്നെ കാലാവസ്ഥകൾ മാറി വരുന്നു, ചൂട് കഠിനമാകുന്നു, തണുപ്പായി മാറുന്നു, മഴ വർഷിക്കുന്നു, ഇങ്ങനെ പലതും മാറി മാറി വരുന്നതിൽ ഗുണപാഠമുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. എന്ത് ഗുണപാഠമാണ് നമുക്കുള്ളത്? നാം എവിടെ നിന്ന് ഈ സമയത്ത് സൂര്യനിലേക്കൊന്ന് നോക്കിയാൽ നമുക്ക് ആകെ കാണാൻ കഴിയുന്ന ഒരു ഫുട്ബോളിന്റെ ആകൃതിയിലുള്ള ഒരു സൂര്യനെ നമുക്ക് കാണാം. പക്ഷേ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം ഇപ്പോൾ നിവസിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭൂമിയില്ലേ, ആ ഭൂമിയുടെ 13 ലക്ഷത്തിലധികം ഭൂമികളെ ഉൾക്കൊള്ളാനുള്ള വ്യാപ്തിയും വിശാലതയും ഉണ്ട് സൂര്യന്. ആ സൂര്യനിൽ നിന്നാണ് ഈ ചൂടിങ്ങനെ നിർഗളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ രശ്മികളെയാണ് നമുക്ക് സഹിക്കാൻ വയ്യാത്ത പോകുന്നത്, ചൂടിനെയാണ് സഹിക്കാൻ വയ്യാതെ പോകുന്നത്. കരുതിയിരിക്കണം. ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഉണ്ടാകും. പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടത്, 40 ഡിഗ്രി എന്ന് പറയുന്നു. എനിക്ക് ഏറ്റവും അറിയാവുന്ന അടുത്ത പ്രിയമുള്ള ഒരു പണ്ഡിതൻ സൂര്യാഘാതമേറ്റ ഹോസ്പിറ്റലിലാണ്, 2 ദിവസമായി അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെയാണ് അവസ്ഥ. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എവിടുത്തെ ചൂട് താൽക്കാലികമായ ഒരു തണലത്തേക്ക് മാറാം, ഒരു കൊട പിടിക്കാം, ഒരു ഫാനിന്റെ അടിയിൽ ഇരിക്കാം, എയർ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അവിടെ കഴിച്ചു കൂട്ടാം, ഇതൊക്കെ ചെയ്യാം. പക്ഷേ ഇത്രയും ദശലക്ഷം കിലോമീറ്ററുകൾ അപ്പുറം, ലക്ഷോപലക്ഷം
കിലോമീറ്ററുകൾ ദൂരെ നിൽക്കുന്ന ഈ സൂര്യന്റെ ചൂട് സഹിക്കാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ, തണല് തേടി പോകുന്നുവെങ്കിൽ, ഒരു തണലുമില്ലാതെ നമ്മള് സൂര്യൻ ഒരു ചാൺ മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ഒരവസ്ഥ എനിക്കും നിങ്ങൾക്കും ഉണ്ട് പ്രിയമുള്ളവരെ. പരലോകത്ത് മഹ്ശറിൽ ചിന്തിക്കണം നമ്മൾ, അതിന്റെ ഗൗരവം എന്തായിരിക്കും എന്നുള്ളത്. ഇത്രയും ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറം നിൽക്കുന്ന സൂര്യന്റെ ചൂട് സഹിക്കാൻ കഴിയാത്ത നമ്മൾ, ഈ ഒരു ചാൺ മീതെ നമ്മുടെ മീതെ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ഒരവസ്ഥ, വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരവസ്ഥ പരലോകത്തുണ്ടാകാനുണ്ട്. ഒരു സഹായിയും ഉണ്ടാവില്ല, ഒരു എയർ കണ്ടീഷനും ഉണ്ടാവില്ല, ഒരു കുടയും ഉണ്ടാവില്ല, ഒരു ഇലയുടെ മറ പോലും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകാനുണ്ട് എന്നുള്ള ബോധം, അതാണ് പാഠം ഉൾക്കൊള്ളാനുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ എന്നോടും നിങ്ങളോടും പറഞ്ഞു വെച്ചത്, ഓർമ്മിപ്പിച്ചത് എന്ന് ഓർക്കുക. നമ്മൾ സാധാരണയായി ഗൾഫ് രാജ്യങ്ങളിലെ ചൂടിന്റെ ഗൗരവത്തെ കുറിച്ചും അതിന്റെ അവിടുത്തെ കാഠിന്യത്തെ കുറിച്ചും ഒക്കെ നമ്മൾ ആകാംക്ഷയോടുകൂടി പറയുന്നു. പക്ഷേ അതിലേക്കാണ് നമ്മളും അടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ഈ ദുനിയാവിലെ ചൂട്, അതിന്റെ അസഹ്യത, അതിൽ നിന്ന് രക്ഷപ്പെടാൻ പകൽ സമയത്ത് ഈ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന സമയമല്ലാതെ അത് അസ്തമിച്ചു കഴിഞ്ഞാലും ചൂട് മാറുന്നില്ല. എത്ര അസഹനീയമാണ് നമുക്ക് രാത്രികാലങ്ങളിലെ ചൂട്. എന്തൊക്കെ ചെയ്തിട്ടും, ഫാൻ ഇട്ടിട്ടും മതിയാവുന്നില്ല, ഫാനും എ സിയും കൂടി ഇട്ടിട്ട് മതിയാവുന്നില്ല, അത്രമാത്രം ചൂട്. ചിന്തിക്കാനുണ്ട്, പാഠം ഉൾക്കൊള്ളാനുണ്ട്. ആ പാഠം ഇതാണ്, ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഇതാണ്. തന്നെയുമല്ല, മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വചനമുണ്ട്, നാറുക്കും ഹാദിഹില്ലത്തി യൂഖിദു ബനു ആദം. മനുഷ്യൻ ഇവിടെ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ തീ ഉണ്ടല്ലോ, അത് ജുസുഉം മിൻ 70 ജുസുഅം മിൻ നാരി ജഹന്നം, നരകത്തിലെ ചൂടിന്റെ 70-ൽ ഒരു അംശം മാത്രമാണ്. നമ്മൾ കത്തിക്കുന്ന, നമ്മുടെ അനുഭവിക്കുന്ന ചൂടൊക്കെ ഇല്ലേ, ആ ചൂടിനെ കുറിച്ചാ പറഞ്ഞത്. മരണാനന്തര ജീവിതത്തിൽ നരകത്തിലെ ചൂടിന്റെ 70-ൽ ഒരു അംശം മാത്രമാകുന്നു ഈ ചൂട് എങ്കിൽ എന്തായിരിക്കും പ്രിയമുള്ളവരെ നരകത്തിലെ ചൂട്? നാറുല്ലാഹിൽ മൂഖദത്തുല്ലതി തത്തലിഉ അലൽ അഫീദ ഇന്നഹാ അലൈഹിം മൂസദ ഫീ അമദിൻ മുമദ്ദദ. ആ വർണ്ണന മാത്രം മതി. എന്താണ് നാറുല്ലാ? അല്ലാഹുവിന്റെ തീ. നാറുല്ലാഹിൽ മൂഖദ, കത്തിക്കപ്പെടുന്ന അല്ലാഹുവിന്റെ തീ, നരകത്തിലെ തീ. തത്തലിഉ അലൽ അഫീദ, നമ്മുടെ ഹൃദയങ്ങളിലേക്കൊക്കെ പടർന്നു കയറും. ഇന്നഹാ അലൈഹിം മുഅ്സദ, അത് അവരുടെ മീതെ മുകളിൽ മൂടിയിടപ്പെട്ടതായിരിക്കും. ഫീ അമദിൻ മുമദ്ദദ, നീളമുള്ള സ്തംഭങ്ങളിൽ. പ്രഷർ കുക്കർ, വളരെ ലഘുവായ ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. പ്രഷർ കുക്കർ ഒന്ന് ചിന്തിച്ചു നോക്കുക, അതിൽ നിന്ന് അനുഭവപ്പെടുന്ന ചൂട് ഒന്ന് കൈവച്ചു കൊടുത്താൽ ഉണ്ടാകുന്ന അവസ്ഥ. നമ്മൾ സാധാരണ ഓട്ട് കമ്പനി, ഇഷ്ടിക കമ്പനിയൊക്കെ കാണാറില്ലേ? അതിന്റെയൊക്കെ സ്തൂപങ്ങൾ ഇങ്ങനെ മേപ്പോട്ട് പോയിട്ട് എത്രയോ കിലോമീറ്ററുകൾ മുകളിലെത്തിയിട്ട് മുകൾ ഭാഗം തുറന്നിട്ടിരിക്കുകയാണ്. അതിന്റെ ഉള്ളിലൂടെയാണ് പുക മുഴുവൻ പോകുന്നത്. അതങ്ങോട്ട് അടച്ചു പൂട്ടിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് നമ്മളെ ഇട്ടാൽ എങ്ങനെ ഉണ്ടാകും? ഇവിടെ എങ്കിലെന്തായിരിക്കും അവിടെ? അതാണ് അല്ലാഹുവിന്റെ റസൂലിനോട് മുനാഫിക്കുകളോട് പറയാൻ പറഞ്ഞത്, ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറ. നിങ്ങൾ ഈ പറയുന്ന ചൂടല്ല ചൂട്, നരകാഗ്നിയിലെ ചൂടാണ് ഭയങ്കര ചൂട്, കഠിനമായത്. ആ ബോധത്തോടു കൂടി അവർ ജീവിക്കണം. ഈ പിന്തിരിപ്പൻ നയങ്ങളിൽ നിന്ന് അവർ മാറണം എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ അവരെ അറിയിച്ച വചനങ്ങളാണിത്. പ്രിയമുള്ളവരെ, ആ ചൂട് യഊദു ബില്ലാഹ്, അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇവിടെ നമ്മൾ പകൽ സമയം ഈ ചൂടൊക്കെ സഹിച്ച് രാത്രിയാവുമ്പോൾ ഒന്ന് AC ഇട്ട് അല്ലെങ്കിൽ ഫാൻ ഇട്ട് അതിന്റെ അടിയിൽ വളരെ മൃദുവായ ഒരു ബെഡിലോ അല്ലെങ്കിൽ ഷീറ്റിലോ സുഖമായി കിടന്ന് നമ്മൾ പുതച്ചു മൂടിക്കിടന്ന് നന്നായി നമുക്ക് ഉറങ്ങാൻ പറ്റും. പക്ഷെ നരകത്തെ കുറിച്ച് പറയുന്നത് ലാ വലീലിൻ വലാ യുഗ്നി മിനൽ ലഹബ്, ഒരു തണലുമില്ല,
ആ കത്തിജ്വലിക്കുന്ന ജ്വാലയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒന്നുമില്ല. ഇവിടെ തന്നെയുമല്ല, ലഹും മിൻ ജഹന്നമ മിഹാദ് വമിൻ ഫൗഖിഹിം ഗവാശ്. ഖുർആന്റെ പ്രയോഗങ്ങളാണ് കേട്ടോ ഇതൊക്കെ. കിടക്കുന്നത് ലഹും മിൻ ജഹന്നമ മിഹാദ്, അവരുടെ മെത്ത തീയുടെ മെത്തയാണ്. അവരെ മൂടുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതച്ചു മൂടി സുഖമായി കിടന്ന് നമ്മൾ ഉറങ്ങാറില്ലേ, അതിന് നമ്മളെ മൂടുന്നതും തീ തന്നെയാണ്. ഇതാണ് നരകത്തെ കുറിച്ചുള്ള ഒരു ബോധം നമുക്ക് എപ്പോഴും വേണം. അതിലേക്ക് പോകാതിരിക്കുക. അതിനെന്താണ് ഈ ലോകത്ത് എനിക്കും നിങ്ങൾക്കും ചെയ്യാൻ കഴിയുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. ഈ ചൂട് നമുക്ക് സഹിച്ച് ചിലപ്പോൾ അങ്ങോട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ മഴ വരാം. അപ്പൊ ഈ ചൂട് സഹിക്കാം. നരകത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. അതാണ് ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറ. ഈ ചൂടിനെ കുറിച്ച് ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും സുരക്ഷിതരാകാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഇത് താൽക്കാലികമായി നിൽക്കും, മാറും. മറ്റേത് ശാശ്വതമാണ്. ശാശ്വതമാണ്. ആ ശാശ്വത നരകത്തിലേക്ക് പോകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും വിശ്വാസവും അനുഷ്ഠാനവും സമീപനവും കർമ്മങ്ങളും ഒക്കെ അതിനനുസരിച്ച് ചിട്ടപ്പെടുത്തി ഈ കാര്യങ്ങൾ ചിന്തിക്കുന്നതോടൊപ്പം തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അതിലേക്ക് നമ്മെ പ്രേരിപ്പിക്കുന്ന വചനമാണ് സൂറത്ത് തൗബയിലെ ആ 2 വചനങ്ങൾ. വിശിഷ്യ നാറു ജഹന്നമ അശദ്ദു ഹർറ. ഇതൊന്നുമല്ല ചൂട്, നരകാഗ്നിയിലെ ചൂടാണ്, ഭയങ്കര ചൂട് എന്ന് പറഞ്ഞത് എപ്പോഴും നമ്മുടെ മനസ്സിൽ മന്ത്രിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഒന്നും കൂടി മെച്ചപ്പെടും, നന്നാകും. വർത്തമാനം നന്നാകും, കർമ്മങ്ങൾ നന്നാവും, സമീപനങ്ങൾ നന്നാകും, ആരാധനകൾ കൂടുതൽ ശുഷ്കാന്തി വരും. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ പോയിട്ട് അവസാനം അവിടെ എത്തിയിട്ട് കയ്യും കാലും ഇട്ടടിച്ച് യാ ലൈതനി എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ നിന്നൊക്കെ നമ്മൾ സുരക്ഷിതരായി ജീവിക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ ആത്മാർത്ഥമായി ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനകളും നമ്മളിൽ നിന്നുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നാം അനുഭവിക്കുന്ന ഈ കഠിനമായ ചൂടിൽ നിന്ന് മോചനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന് എത്രയും വേഗം മാറ്റമുണ്ടാവുകയും നമുക്ക് താങ്ങാവുന്ന നിലയിലുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ കഴിവുള്ളവനുമാണ് അല്ലാഹുവേ. അതിന് ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കുക. അല്ലാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد اتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുസൃതരായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. ഇഹലോകത്ത് നാം നേരിടുന്ന ചൂടിന് മുൻകരുതലുകൾ ആവശ്യമാണ്. അതിന് ആരോഗ്യ വിദഗ്ധന്മാരായ ആളുകൾ പറയുന്നത് നിസ്സാരമായി നാം തള്ളിക്കളയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചവരെ എനിക്ക് ഏറ്റവും പരിചയമുള്ള ഒരു പണ്ഡിതൻ സൂര്യാഘാതമേറ്റ് ഹോസ്പിറ്റലൈസ് ചെയ്ത് വെറുതെ പറഞ്ഞതല്ല, സംഭവിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. പാലക്കാട് ജില്ലയിലാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് ആരോഗ്യ വിദഗ്ധന്മാരുടെ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കണം. നിർജലീകരണം ഒഴിവാക്കണം. അതുപോലെ തന്നെ ഇഷ്ടം പോലെ ദാഹജലം നമ്മൾ കുടിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് കുടിക്കാൻ നൽകണം. അത് ജീവജാലങ്ങൾക്ക് പോലും നൽകുക, അത് തടയാതിരിക്കുക. എല്ലാവരോടും കരുണ കാണിക്കുക. ഒരു വിഷയത്തിൽ വെള്ളം പാഴാക്കാതെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക തുടങ്ങി ഒരുപാട് ഈ ലോകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന താൽക്കാലിക പ്രയാസങ്ങളിൽ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. ഒപ്പം നമ്മൾ എത്തിപ്പെടേണ്ട നമ്മുടെ മരണാനന്തര ജീവിതത്തിൽ ഈ ചൂടിന് വിധേയരാകാതിരിക്കാൻ വേണ്ടി പ്രയത്നിക്കുക, പ്രാർത്ഥിക്കുക. മഗ്‌രിബിന് ശേഷവും സുബഹിക്ക് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 7 പ്രാവശ്യം പതിവാക്കിയിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ അജിർനി മിനൻ നാർ. അല്ലാഹുവേ, എന്നെ നീ നരകത്തിൽ നിന്ന് അകറ്റണമേ എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ
സ്വർഗം പറയുമത്രേ, നരകം പറയുമത്രേ. ഒരു മനുഷ്യൻ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വ അസ്തജീറു ബിക മിനൻ നാർ, അല്ലാഹുവേ നിന്നോട് ഞാൻ സ്വർഗം ചോദിക്കുന്നു, നരകത്തിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു, അല്ലെങ്കിൽ കാവലിനെ തേടുന്നു, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആവശ്യപ്പെടുന്നു എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ 3 പ്രാവശ്യം ചോദിച്ചാൽ ആ മനുഷ്യൻ 3 പ്രാവശ്യം ചോദിച്ചല്ലോ റബ്ബേ നീ അനുവദിച്ചു കൊടുക്കുക എന്ന് സ്വർഗം പറയും, നരകം പറയും എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് നേരമില്ലെങ്കിൽ ഇഹലോകത്തും പരലോകത്തും ഒക്കെ നന്മകൾ ചോദിച്ചോ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. മറന്നു പോകരുത്. പ്രവർത്തനവും പ്രാർത്ഥനയും അത് കൈമുതലാക്കിക്കൊണ്ട് ഈ താൽക്കാലിക ചൂടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളുകയും പ്രാർത്ഥിക്കുകയും മാറ്റത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതോടൊപ്പം ശാശ്വത ജീവിതത്തിൽ നരകാഗ്നി സ്പർശിക്കാതിരിക്കാനുള്ള പ്രവർത്തനവും പ്രാർത്ഥനയും കൂടി ഉണ്ടാകണം എന്ന് എന്നോടും നിങ്ങളോടും പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ക്ഷണികമായ ഇവിടെ അനുഭവിക്കേണ്ടി വരുന്ന ചൂടിൽ നിന്നുള്ള മോചനം നൽകുന്നതോടൊപ്പം അല്ലെങ്കിൽ അതിലുപരി ശാശ്വത ജീവിതത്തിൽ നരകം സ്പർശിക്കുന്ന അവസ്ഥയിൽ നിന്ന് നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സ്വർഗം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സ്വർഗത്തിലെത്താൻ പറ്റുന്ന അമലുകളുമായി ജീവിക്കുവാനും മരിക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നരകത്തിലേക്ക് ചെന്നുപെടുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കാനും അവസാന നിമിഷം വരെ ആ രൂപത്തിലായി തീരാനും അങ്ങനെ തന്നെ മരണപ്പെടുവാനും സർവശക്തൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നരകശിക്ഷയിൽ നിന്ന് അവരെയും നമ്മളെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് പരലോക ജീവിതത്തിൽ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ അല്ലാഹു അകറ്റി കൊടുക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.